യേശുദാസ് സാറിനെ പോലെ പാടുന്ന ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ പലപ്പോഴും സിനിമ സംഗീത മേഖലയിൽ 75ഓളം സിനിമകളാണ് സാറിൻ്റെ ഉള്ളത്. അപ്പോൾ അത് അത്രയും പോരായിരുന്നു. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും സാധാരണ ഗായകർക്കൊക്കെ കിട്ടുന്നതാണ്, അവസരങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ യേശുദാസ് സാറിനെ പോലെ പാടിയത് നമ്മളൊക്കെ കണ്ടത് ഒരു പരിമിതിയായിട്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. അതൊരു ഒരു നന്മയായി കാണേണ്ടടുത്ത് നമ്മൾ അങ്ങനെ കണ്ടില്ല എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക്. തീർച്ചയായും ഇന്നിപ്പോൾ പലരെയും അങ്ങനെ തല്ലി പഴിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. യേശുദാസിനെ പോലെ പാടുന്നു, യേശുദാസിനെ പോലെ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അന്നും ഇന്നും യേശുദാസിനെ പോലെ എന്ന് പറഞ്ഞത് ഞാൻ നടന്നിട്ടുമില്ല. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. പക്ഷെ ഈ വേഷവിധാനം സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് നിർബന്ധപൂർവ്വം വെള്ള ധരിക്കാനായിട്ടൊരു ഇടയാക്കിയത് അച്ഛനായിരുന്നു. ഇടയ്ക്ക് ദാസർ സംസാരിക്കുന്ന സമയത്ത് ഈ അനുകരണത്തെക്കുറിച്ച് ട്രോളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷമം ഉണ്ടാക്കിയോ മനസ്സിലായി? തീർച്ചയായിട്ടും. കാരണം എന്നെ ഇത്രയ്ക്കും അറിയുന്നൊരു വ്യക്തി, എന്നെ 15 വയസ്സ് മുതൽ അറിയുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായി. തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ അതിങ്ങനെ പല പ്രാവശ്യം ആയപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ എനിക്ക് അദ്ദേഹമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്നോടും വളരെ താല്പര്യമായിരുന്നു. ഇപ്പോഴും ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധം വെക്കാറുണ്ട്. പക്ഷേ മനസ്സിലൊരു ചെറിയ പോറൽ എവിടെയോ വന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്നില്ല. അപ്പോൾ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കുന്നത് വൈകിട്ടാണ്, 18 വയസ്സ് കഴിഞ്ഞു. അതൊരു പക്ഷേ ഡ്രോബാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടോ അങ്ങനെ കരുതുന്നു? അത് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. സത്യം പറഞ്ഞാൽ അറിവുള്ള പല സംഗീതജ്ഞരും പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രീയ സംഗീതം നിർബന്ധപൂർവ്വം, ഈവൻ ജെറി മാഷ് പോലും പറഞ്ഞിട്ടുണ്ട് സംഗീതം പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അത് സംഗീതം ഉള്ളവരിൽ പക്ഷേ ചില നോട്ടുകൾ, ചില ഭാവങ്ങൾ ഒക്കെ പറഞ്ഞു തരുമ്പോൾ അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സംഗീതം അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റെ പിന്നെ ഭാവം അല്ലെങ്കിൽ രീതി അല്ലെങ്കിൽ ആ നോട്ടിൻ്റെ പ്രത്യേകത നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട് സംഗീതം പഠിച്ചിരുന്നാലുള്ളൊരു ഗുണം. പക്ഷേ പഠിക്കണമെന്ന് പൂർണ്ണമായിട്ടും നിർബന്ധമില്ല. സംഗീത ബോധം ഉള്ളിലുണ്ടെങ്കിൽ, കാരണം എല്ലാ പാട്ടും ശാസ്ത്രീയമായിട്ട് തന്നെ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു രീതി അല്ലല്ലോ. ഇപ്പം പക്കാ ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയെടുക്കുന്ന പാട്ടുകളുണ്ട്. അതല്ലാതെ ശാസ്ത്രീയം നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്പോസ് ചെയ്തെടുക്കുന്ന പാട്ടുകളുമുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ഉള്ളിൽ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ അത് പിന്നെ ഞാൻ പറയില്ല, ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഒരു കുറ്റമാക്കാം. ഇപ്പം തന്നെ യേശുദാസിനെ അനുകരിക്കുന്നു എന്നുള്ളൊരു കുറ്റം അത് എന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നന്നായിട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ പാട്ടെങ്ങനെയുണ്ട്, അവൻ്റെ ശബ്ദം എങ്ങനെയുണ്ട്, പാടുന്നത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ പൊതുജനവും മീഡിയയും ഒക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. പക്ഷെ കഴിവെന്ന് പറയുന്നത് അതല്ല. ഇപ്പോൾ SP ബാലസുബ്രഹ്മണ്യം പലപ്പോഴും പറയാറുണ്ട്, ഈവൻ ജാനകിയമ്മ പോലും പറയാറുണ്ട്. പക്ഷേ ജാനകിയമ്മയൊക്കെ നന്നായിട്ട് സംഗീതം ജന്മനാ തന്നെ അവരിൽ ദൈവികമായിട്ടും കിട്ടിയിട്ടുണ്ട്, അല്ലാതെ തന്നെ അവർ പരിശ്രമിച്ച് പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത്. SPB സാറ് പിന്നെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സംഗീതം അറിയാം, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സ്വരസ്ഥാനങ്ങൾക്ക് ഓരോന്നിൻ്റെ ഓരോ പൊസിഷനുണ്ട്. ആ പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സംഗീതം അറിഞ്ഞിരുന്നാലേ അത് പാടി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് സാറിനെ ഇരുത്തിയിട്ട് അധികം സംസാരിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ വിചാരം. പാട്ട് ഇടയ്ക്ക് പാടണം. ഇപ്പോൾ ജോഷ് സാറിൻ്റെ നിറക്കൂട്ടിൽ സൂപ്പർ ഹിറ്റ് പാട്ടാണ്, സുമലതയും മമ്മൂക്കയും അസാധ്യമാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോഴും പാടുന്ന പാട്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ്. ഈ അടുത്തൊരു സിനിമയിൽ അത് റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയാണ്. അപ്പോഴും ആക്സെപ്റ്റൻസ് ഉള്ള പാട്ടാണ്. ശ്യാം സാറിൻ്റെ സംഗീതത്തിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ആരും എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പം ആ കുട്ടി പറയുമായിരുന്നു, ഞാൻ പാടിയ ഈ പാട്ട് പൂമാനമേ എന്നുള്ള പാട്ട് ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ അത് കേട്ടിട്ട് ഇതിൻ്റെ ഒറിജിനൽ ആരാ പാടിയെന്ന് തെരഞ്ഞ് സാറിൻ്റെ പാട്ടാണ് കൂടുതൽ കേൾക്കുന്നതെന്ന് പറഞ്ഞ് ആ കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം അന്ന് ഞാനത് പാടുമ്പം 86-ലാണ് അത് പാടിയത്. ശ്യാം സാർ എനിക്ക് പറഞ്ഞു തന്നതും ആ പിന്നെ സീനിൻ്റെ ബന്ധമാണ് മമ്മൂട്ടിയും സുമലതയായിട്ടുള്ള ഒരു ഓർമ്മയായിട്ടാണിത് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ ആ സ്നേഹബന്ധത്തിൻ്റെ തീഷ്ണതയും
അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ പിന്നെ ആ ജോലിയിൽ, അതായത് മമ്മൂട്ടി ഫോട്ടോഗ്രാഫറായിട്ടാണ്. ഫോട്ടോഗ്രാഫർ. അപ്പോൾ ആ ജോലിയിൽ അവർ നിൽക്കുന്ന സമയത്തുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റി, പ്രേമത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെയാണ് അതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളത് പാടിയതും. അന്ന് ശ്യാം സാറ് പറഞ്ഞു തന്നിട്ടുള്ള പിന്നെ സംഗതികളും ആ സംഗതിക്ക് എത്രത്തോളം നീട്ട് വേണം, എത്രത്തോളം കുറുക്ക് വേണം എന്നൊക്കെയുള്ള എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്ന് പാടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം അത് പാടുന്ന കേൾക്കുമ്പോൾ ആ ഒരു ഫീലല്ല. ഇപ്പം അതെന്തോ ഒരു അന്നേരം പാടിയ ഒരു ഫീലിലല്ല ഇപ്പോൾ കേൾക്കുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷേ ആ കുട്ടി നന്നായി പാടിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. കാരണം അത്യാവശ്യം തെറ്റില്ലാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ ഒരു സീനിന് വേണ്ടി അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടില്ല പടം. അപ്പം അതുകൊണ്ടത് കുറച്ച് ഈസി ആയിട്ടാണ് പാടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാൻ അഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഈ അഴകിയേഴും എന്നുള്ളത് ഒതുക്കി പിടിക്കേണ്ട ഒരു സ്പേസാണ്. അത് സാർ അന്ന് മീറ്റർ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് സാറ് ശ്യാം സാർ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അതെങ്ങനെ? അതെ, ആ ഒരു പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാൻ അഴകിയലും. ഓ, അടിപൊളി. അങ്ങനെയാണ്. ഭയങ്കര രസമായിട്ട് വരുന്ന സ്ഥലമാണ്. അതങ്ങനെ അവർ പറഞ്ഞു തന്ന പോലെ തന്നെ പാടിയതാണ്. കാരണം പുള്ളിക്കാരൻ അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു. അതുകൂടാതെ മറ്റേ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ ഒരു രാഗമേഘം താ. പൊളി. അടിപൊളി. സാറിന്റെ ഈ മെലഡീസ് അല്ലാതെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ അവസാനം, പുത്തൻ പുതുക്കാലം മുത്തമിട്ട, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പാടി നടന്നതിൽ മന്ത്രി കൊച്ചമ്മയെക്കാളും ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത് പുത്തൻ പുതുക്കാലം. ഓളവും ഭയങ്കര രസമാണ്. വിനീതിന്റെ ഡാൻസ് കുലുക്കുമ്പോ പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴിയേ, കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോളിൽ മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി, പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴിയേ. അടിപൊളി. അതിനകത്തൊരു മെലഡി ഉണ്ട് കേട്ടോ. തീർച്ചയായും ഇതിൽ ഈ പറഞ്ഞല്ലേ, ഈ പാട്ടുകളൊക്കെ ഇച്ചിരി ഫാസ്റ്റ് ആണെങ്കിലും മെലഡി ഉള്ളൊരു. അതുപോലെ തന്നെ മറ്റതും മറ്റേ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം ആചാര കഥന മുഴക്കിടാം ടപ്പോ ടിപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരെ കഥയറിയാത്തവരെ ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം. അടിപൊളിയാണ്.